രാജ്യത്ത് വീണ്ടും മേഘാലയ മോഡൽ ഹണിമൂൺ കൊലപാതകം. രാജസ്ഥാൻ സ്വദേശിയായ നവവരൻ ഹണിമൂണിനിടെ വാഹനാപകടത്തിൽ മരിച്ചത് കൊലപാതകമെന്നാണ് പോലീസ് കണ്ടെത്തൽ. കാമുകനായ സഞ്ജുവിൻ്റെയും മറ്റ് 2 പേരുടെയും സഹായത്തോടെ ഭാര്യ അഞ്ജുവാണ് ഭർത്താവ് ആശിഷിനെ കൊലപ്പെടുത്തിയതെന്ന് പോലീസിൻ്റെ അന്വേഷണത്തിൽ തെളിഞ്ഞു. കാമുകനൊപ്പം ജീവിക്കാൻ വേണ്ടിയായിരുന്നു അരുൺ കൊല. ജനുവരി 30-നായിരുന്നു സംഭവം. 3 മാസങ്ങൾക്ക് മുൻപാണ് ആശിഷും അഞ്ജുവും വിവാഹിതരാകുന്നത്. സംഭവ ദിവസം മദ്യപിച്ചിരുന്ന ആശിഷിനെ വൈകിട്ട് നടക്കാനെന്ന് പറഞ്ഞ് അഞ്ജു പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. ആളൊഴിഞ്ഞ റോഡിലൂടെ നടക്കുന്നതിനിടെ അമിത വേഗത്തിലെത്തിയ കാറിടിച്ചാണ് ആശിഷിന്റെ മരണമെന്നും കാറിലുള്ളവർ തന്റെ സ്വർണ്ണാഭരണങ്ങളും മറ്റും കവർന്നെന്നുമാണ് അഞ്ജു പോലീസിന് മൊഴി നൽകിയത്. എന്നാൽ അഞ്ജുവിന്റെ മൊഴിയിൽ പോലീസിന് സംശയം തോന്നിയതാണ് കേസിൽ വഴിത്തിരിവായത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പ്രകാരം ആശിഷിന്റെ ശരീരത്തിൽ മുറിവേറ്റ പാടുകളുണ്ടായിരുന്നു. കൂടാതെ കഴുത്ത് ഞെരിച്ചതായും കണ്ടെത്തി. എന്നാൽ അഞ്ജുവിന് പരിക്കുകളൊന്നുമില്ലാതെ രക്ഷപ്പെടാൻ കഴിഞ്ഞതും സംശയത്തിനിടയാക്കി. തുടർന്നുള്ള അന്വേഷണത്തിലാണ് കരുതിക്കൂട്ടിയുള്ള കൊലപാതകമാണിതെന്ന് തെളിഞ്ഞത്. വിശദമായ അന്വേഷണത്തിന് ശേഷം തെളിവുകൾ ശേഖരിച്ച് നടത്തിയ ചോദ്യം ചെയ്യലിൽ അഞ്ജു കുറ്റം സമ്മതിക്കുകയായിരുന്നു. അയൽവാസിയായ സഞ്ജുവുമായി അഞ്ജു പ്രണയത്തിലായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. ഇതിനിടെയാണ് ശ്രീഗംഗാനഗർ സ്വദേശിയായ ആശിഷിന്റെ വിവാഹാലോചന വന്നതും വിവാഹം നടന്നതും. എന്നാൽ ദാമ്പത്യ ജീവിതത്തിൽ അഞ്ജു തൃപ്തിയായിരുന്നില്ല. വീണ്ടും സഞ്ജുവുമായി ബന്ധം തുടർന്നു. പിന്നാലെയാണ് ഇരുവരും ചേർന്ന് ആശിഷിനെ കൊല്ലാൻ പദ്ധതിയിടുന്നത്. ഇതുപ്രകാരം അഞ്ജു വൈകുന്നേരം ആശിഷിന് സ്ഥിരമായി മദ്യം നൽകാൻ തുടങ്ങി. മദ്യപാനത്തിന് ശേഷം ഒന്നിച്ചു പുറത്തു നടക്കാൻ പോകുന്നതും പതിവാക്കി. സംഭവ ദിവസം ആളൊഴിഞ്ഞ സ്ഥലത്തെത്തിയപ്പോൾ കാത്തിരുന്ന സഞ്ജുവും സുഹൃത്തുക്കളായ രോഹിത്തും സിദ്ധാർത്ഥും ചേർന്ന് ആശിഷിനെ ആക്രമിക്കുകയും കഴുത്ത് ഞെരിച്ച് കൊല്ലുകയുമായിരുന്നു. തുടർന്ന് വാഹനാപകടമെന്ന് വരുത്തി തീർക്കാൻ കാറിടിപ്പിച്ചു. മോഷണം നടന്നെന്ന് ധരിപ്പിക്കാനായി അഞ്ജു തന്റെ ഫോണും കമ്മലുകളും പ്രതികൾക്ക് നൽകി. തുടർന്ന് ബോധമില്ലാത്തതായി അഭിനയിച്ച് അവിടെ കിടന്നു. സംഭവം കണ്ടുവന്ന സമീപവാസികളാണ് വിവരം പോലീസിനെ അറിയിച്ചത്. കേസിൽ 4 പ്രതികളെയും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ന്യൂസ് 18 ജയ്പൂർ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.